രാജ്യസഭയിൽ ബ്രിട്ടാസ് എംപിയെ ഇരുത്തിക്കൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പ്രസ്താവന നിഷേധിക്കാൻ ഇതുവരെ CPMO ജോൺ ബ്രിട്ടാസ് MPയോ ഒരുങ്ങിയിട്ടില്ല. PM ശ്രീ പദ്ധതിയിൽ പാലമായി പ്രവർത്തിച്ചത് ജോൺ ബ്രിട്ടാസാണെന്നും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ബ്രിഡ്ജായി പ്രവർത്തിച്ച ജോൺ ബ്രിട്ടാസിനോട് നന്ദിയുണ്ടെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജ്യസഭയിൽ പറഞ്ഞത് ഞെട്ടലോടെയാണ് ഇടതുപക്ഷവും പ്രതിപക്ഷവും എല്ലാം കേട്ടത്. എന്നിട്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായിയും രംഗത്ത് വന്നത്. കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ടുകൾ ലഭിക്കാനാണ് ബ്രിട്ടാസ് ശ്രമിച്ചതെന്നും അതിൽ തെറ്റില്ലെന്നുമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തിവരുന്ന മീറ്റ് ദി പ്രസ് പരിപാടികളിൽ ആവർത്തിച്ചു പറഞ്ഞത്. ഗോവിന്ദൻ ഒരു പടി കൂടി കടത്തി പറഞ്ഞു, ഒരു പാലമല്ല ഇനിയും പാലങ്ങൾ പണിയും എന്നാണ് പറഞ്ഞത്. എന്തായാലും വർഷങ്ങളായി BJPയും CPMുമായി ഉള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച്, രഹസ്യധാരണകളെക്കുറിച്ച് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ വെള്ളം ചേർക്കുന്നു, ഇടതുപക്ഷം വെള്ളം ചേർക്കുന്നു, പ്രത്യേകിച്ചും CPM വെള്ളം ചേർക്കുന്നു, BJPയുമായി രഹസ്യധാരണയുണ്ടാക്കുന്നു എന്ന ആരോപണം അതീവ ഗുരുതരമാണ്. കേവലം ഒരു സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഫണ്ട് കിട്ടുന്നോ ഇല്ലയോ എന്നത് മാത്രമല്ല ഈ പാലം പണിയൽ കൊണ്ട് ബ്രിട്ടാസും CPMും ഉദ്ദേശിക്കുന്നത് എന്നത് പകൽ പോലെ വ്യക്തമാണ്. ബ്രിട്ടാസ് കേവലം ഒരു MP മാത്രമല്ല, വർഷങ്ങൾ ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം നടത്തിയ കൈരളി പോലെ ഒരു ചാനലിൻ്റെ മേധാവി കൂടിയായ, കുറേ കാലം ഏഷ്യാനെറ്റ് പോലെ ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഈ പറയുന്നതിൻ്റെ അർത്ഥവും ഗൗരവവും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും അറിയാത്ത ഒരാളല്ല ജോൺ ബ്രിട്ടാസ്. അപ്പോൾ അതിനർത്ഥം ചരിത്രത്തെ വളച്ചൊടിക്കുകയും തങ്ങളുടെ ഹിന്ദുത്വ രാഷ്ട്രീയം വരും തലമുറകളിലേക്കും അവരുടെ തലച്ചോറുകളിലേക്കും കുത്തിവെക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയം, BJPയുടെ രാഷ്ട്രീയം, ഹിന്ദുത്വ രാഷ്ട്രീയം, അത് പരോക്ഷമായി മാത്രമല്ല പ്രത്യക്ഷമായി പോലും തങ്ങൾ അംഗീകരിക്കുന്നു, തങ്ങളതിന് കുടപിടിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ബ്രിട്ടാസിൻ്റെ മൗനം. മൗനമെന്ന് പറഞ്ഞുകൂടാ, തൊട്ടടുത്ത ദിവസം ബ്രിട്ടാസ് അത് ന്യായീകരിക്കുകയും ഇനിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കാണുകയും കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ട് കിട്ടാൻ വേണ്ടി അത്തരം കാര്യങ്ങൾ നടത്താനാണ് തന്നെ പാർലമെൻറ്റിലേക്ക്, രാജ്യസഭയിലേക്ക് പാർട്ടി അയച്ചതെന്നും അത് തൻ്റെ കർത്തവ്യമാണെന്നും കൂടി അദ്ദേഹം അവകാശപ്പെട്ടു. മറ്റൊരു ഗുരുതരമായ ആരോപണം, ഏഷ്യാനെറ്റ് PM ശ്രീ വിഷയത്തിൽ നടത്തിയ ചർച്ചയിൽ ന്യൂസ് അവറിൽ ബ്രിട്ടാസിനെ ക്ഷണിച്ചില്ല എന്നാണ്. ബ്രിട്ടാസിൻ്റെ വിശദീകരണം ബിനു വി ജോൺ ചോദിച്ചില്ല എന്നാണ്. അതിന് ബിനു വി ജോൺ പരസ്യമായി നൽകിയ മറുപടി, ബിനു വി ജോൺ നയിക്കുന്ന ചർച്ചകളിൽ CPM നേതാക്കൾ പങ്കെടുക്കില്ല എന്നുള്ളത് പാർട്ടി തീരുമാനമാണ്. അപ്പോൾ ഓരോ ദിവസവും AKG സെൻറ്ററിൽ വിളിച്ച് എൻ്റെ ചർച്ചയിലേക്ക് ആരെങ്കിലും അയക്കുമോ എന്ന് ചോദിക്കാൻ തനിക്ക് സൗകര്യമില്ലെന്നും ബ്രിട്ടാസിന് ചർച്ചയ്ക്ക് വരാൻ സൗകര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിക്കാൻ ഒരുക്കമാണെന്നും ബിനു വി ജോൺ പറഞ്ഞു. എന്തായാലും ഇത്രയും വിഷയങ്ങൾ പുറത്തു വന്നിട്ടും മന്ത്രിസഭ അറിയാതെ, ഇടതുമുന്നണി അറിയാതെ, ഘടകകക്ഷിയായ CPIയോട് ആലോചിക്കാതെ കരാറിൽ ഒപ്പിട്ട മന്ത്രി ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും ഇപ്പോഴും അത് ന്യായീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ബിനോയ് വിശ്വവും CPIയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി D രാജയും എല്ലാം ഇക്കാര്യത്തിൽ ഇപ്പോൾ മൗനം പാലിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്തായാലും PM ശ്രീ കാര്യത്തിലുള്ള CPMൻ്റെ നിലപാട് വലിയ രാഷ്ട്രീയ വിഷയമായി വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്.